ശ്രീ എ സജീവൻ, അതായത് ഒരു സമുദായത്തിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ഭരിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങൾ ഈ പരിപാടി മതിയാക്കി പോകേണ്ടതുണ്ട് എന്ന് മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ അദ്ദേഹം പറയുകയാണ്. മറ്റൊരിടത്ത് പറയുകയാണ് മതമാണ് പ്രശ്നമെന്ന്. എന്നിട്ട് മതേതര സർക്കാരിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ നൽകി അധികാരത്തിലേറുക. ഇതാണ് മുസ്ലിം ലീഗ് കാട്ടുന്നത്. ഇതിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അതിനോട് സഹകരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ മുസ്ലിം സമൂഹത്തിലെ സാധാരണക്കാരും പാവങ്ങളുമായ ലക്ഷക്കണക്കിന് പേരുണ്ട്. അവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഇന്നേ കാലം എന്താണ് ചെയ്തത്? ബാബറി മസ്ജിദ് പൊളിച്ചതടക്കമുള്ള സമയത്ത് കോൺഗ്രസിനോടൊപ്പം നിന്ന് ഭരണം നിലനിർത്തുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു വസ്തുത അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഒരു വസ്തുത നിൽക്കവെയാണ് മുസ്ലിം വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ച് അധികാരത്തിലേറാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ എടുത്തു പറയേണ്ടത്. അതിൽ കാണുന്ന വർഗവൈരുദ്ധ്യവും ഒപ്പം വർഗീയതയും. ഇതില് കെ എം ഷാജി പറഞ്ഞത് തികഞ്ഞ വർഗീയതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വർഗീയത എന്ന് മാത്രമല്ല, അപകടകരമായ വർഗീയതയാണ്. അത് ന്യൂനപക്ഷത്തിന് അപകടകരമായ വർഗീയതയാണ് എന്ന് കൂടി പറയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ പറയുമ്പോൾ മതമാണ് ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾക്ക് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം 9 വർഷക്കാലം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന മറ്റു വിഭാഗക്കാർ, ഇപ്പം ബി ജെ പിയുടെ പ്രവർത്തകരോ BJP അനുകൂലിക്കുന്നവരോ ആവണമെന്നില്ല, അല്പം ഹിന്ദുത്വ ബോധമുള്ള, അല്പം ഹിന്ദുത്വ വികാരമുള്ള ഏതൊരു വ്യക്തിക്കും, മറ്റു മതക്കാരായ ആർക്കും അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കും ബാക്കിയുള്ള ആൾക്കൊക്കെ ഇവർ മതം ഈ വരാൻ പോകുന്നത് ഇവരുടെ കാര്യം സംരക്ഷിക്കാൻ, അവരുടെ മതം സംരക്ഷിക്കാനും അവരുടെ സമുദായത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യാനും വേണ്ടിയാണ് എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ ഇപ്പുറത്ത് എതിർത്ത് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് BJPയെ വളർത്തുന്ന വർഗീയത, ഭൂരിപക്ഷ വർഗീയത ഇവിടെ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന BJPയെ വളർത്തുന്ന, പരോക്ഷമായിട്ട് BJPയെ വളർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. കെ എം ഷാജി അതിന്റെ ഭീകരത അറിഞ്ഞോന്ന് അറിയില്ല. അറിയാം കെ എം ഷാജിക്ക് എല്ലാം അറിയാം. കെ മുഹമ്മദ് ഷാജി എന്ന കെ എം ഷാജി എന്ന് പണ്ട് ഓർമ്മയില്ലേ അടിച്ചിറക്കിയത്? 5 നേരം നമസ്കരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കിയത് ഓർമ്മയില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുണ്ടാക്കുന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണത്, മതേതരത്വത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. കോൺഗ്രസ്, ഇപ്പൊ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഇത് കേട്ട് നിൽക്കാൻ, ഇത് കണ്ടു നിൽക്കാൻ കോൺഗ്രസിന് എങ്ങനെ കഴിയുന്നു? കോൺഗ്രസ് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. പണ്ട് ജവഹർലാൽ നെഹ്റു ഒക്കെ വളരെ ശക്തമായിട്ട് ഈ മുസ്ലിം ലീഗിന്റെ ഈ അക്കാലത്തൊക്കെ വർഗീയതയിലേക്ക് അവർ പോകുമെന്ന് പോലും വ്യക്തമല്ലാത്തൊരു ഘട്ടത്തിൽ ശക്തമായിട്ട് എതിർത്തിരുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട്, പക്ഷേ പിന്നീട് ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് അടിയറ പറയുന്നു മാത്രമല്ല, മുസ്ലിം ലീഗിന് നമുക്ക് വേണമെങ്കിൽ സമുദായ പാർട്ടിയായിട്ടുള്ള മതേതര വിശ്വാസത്തോടു കൂടി പോകുന്ന ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ മതമാണ് ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഭരണത്തിലേറുന്നത് എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്കൊക്കെയുള്ള അവകാശങ്ങൾ നിഷേധിക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ്. അതാണ് ശ്രീ എ സജീവൻ